ഹലോ, അസ്യൂസ് ലാപ്ടോപ്പ് ഡെഡാണ്. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് നോക്കാം. ബാറ്ററിനും വർക്ക് ചെയ്യുന്നില്ല, പവർ കുത്തിയാലും വർക്ക് ചെയ്യുന്നില്ല. നമുക്കിത് അഴിച്ച് നോക്കണം. പവർ കൊടുത്ത് നോക്കാം. ഓൺ വർക്കാവുന്നില്ല. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്ക്രൂ അഴിക്കാം. ഇതിൻ്റെ മോഡല് x543m. ഇതാണ് ഇതിൻ്റെ മോഡൽ. ഈ ലാപ്ടോപ്പിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നത് കീബോർഡുമ്പോൾ തന്നെയാണ്. നമ്മൾ ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ പരമാവധി പവർ ബട്ടൺ ഉള്ളത് കീബോർഡും ഉള്ളത് വാങ്ങാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. അതേത് ബ്രാൻഡായാലും അത് ക്വാളിറ്റി ഉണ്ടാവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആ പവർ സ്വിച്ച് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും, പ്രശ്നമുണ്ടില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, പവർ ബട്ടൺ കീബോർഡിലുള്ള ലാപ്ടോപ്പ് ഒരിക്കലും വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡെഡാണ്, കമ്പ്യൂട്ടർ ഓൺ ആവുന്നുണ്ടായിരുന്നില്ല. ഇതിൻ്റെ പവർ ബട്ടൺ കീബോർഡുമായതുകൊണ്ട് എനിക്ക് ഈ കീബോർഡിന് ഒരു വിശ്വാസമില്ല. അഴിച്ച് നോക്കിയിട്ട് നമുക്ക് പവർ കുത്തി നോക്കാം. പിന്നെ അഴിച്ചു കഴിഞ്ഞാൽ പവർ കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അസൂസിൻ്റെ ആയതുകൊണ്ട് ഓൺ ആവാറുണ്ട്. ഇനി അതും കൂടെ നമുക്ക് നോക്കാം. കേബിളിനെ കുറിച്ച് എനിക്ക് പെട്ടെന്ന് ഈ വീഡിയോ ഒക്കെ എടുക്കേണ്ട ഒരു ശ്രദ്ധ പോയ കാരണം അത് ആ കേസ് പെട്ടെന്ന് കൂടെ പിരിഞ്ഞു പോകുന്നു. ഇല്ല, എന്നാൽ സ്ട്രിപ്പേറാണ്, പൊട്ടൊന്നുമില്ല പെട്ടെന്ന്. എന്നാലും ഒരു കൺട്രോൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഞാൻ മുമ്പ് പറയാറുണ്ടായതാണ് വീഡിയോയിൽ. അപ്പോൾ എനിക്ക് തന്നെ അത് പാരയായി. ഹാർഡ് ഡിസ്ക് അഴിച്ച് മാറ്റാം. നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ പവർ കൊടുത്തു നോക്കാം. ബാറ്ററി ഊരിയിട്ട്, ബാറ്ററി ഏതെങ്കിലും വർക്കില്ല. ചില കേസിലൊക്കെ ബാറ്ററി ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വരാറുണ്ട്. ബാറ്ററി റിലീസ് ചെയ്താൽ മദർബോർഡ് റിലീസ് ചെയ്ത പവർ കുത്തി കഴിഞ്ഞാൽ വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെയുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ തീരും. ഏതായാലും നമുക്ക് ബാറ്ററി റിമൂവ് ചെയ്തിട്ട് നമുക്ക് പവർ കണക്ട് ചെയ്ത് നോക്കാം. പിന്നെ പവർ കുത്തിക്കഴിഞ്ഞാൽ ഓണാവുന്നുണ്ടെങ്കിൽ മദർ ബോർഡ് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കീബോർഡാണ്. കീബോർഡുമാണ് പവർ ബട്ടൺ ഇരിക്കുന്നത്. അപ്പോൾ കീബോർഡ് റീപ്ലേസ് ചെയ്താൽ മാത്രമേ ഇനി ഇത് ഓൺ ചെയ്യാൻ കഴിയുള്ളൂ.
ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ പവർ ഓണായി വരുന്ന ഭാഗം ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്, ക്ഷമിക്കുക. അപ്പോൾ ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ കീബോർഡ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. കീബോർഡ് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് സ്ക്രൂസ് അല്ല ഒക്കെ ഇങ്ങനെ നിങ്ങൾക്കിപ്പോൾ അറിയാൻ പറ്റും. ഇതിങ്ങനെ വലിച്ചെടുക്കണം സംഭവം, ഒരു സ്ക്രൂസ് അല്ല. അതിൻ്റെ തകിട് വെച്ചേക്കുന്ന അലുമിനിയം തകിട് വെച്ചേക്കുന്നതും അതുപോലെ കീബോർഡ് വെച്ചേക്കുന്നതും എല്ലാം പ്ലാസ്റ്റിക് കോട്ടിങ്ങാണ്. അത് കംപ്ലീറ്റ് നമ്മൾ തിക്ക് എടുക്കണം, എന്നിട്ട് വേണമെങ്കിൽ വേറെ ഫിക്സ് ചെയ്തിടണം. ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ട് നമ്മളത് ഫിക്സ് ചെയ്യുക. ഈ മോഡലിലാണെന്നുണ്ടെങ്കിൽ ഹോട്ട് ഗ്ലൂ വെച്ച് കഴിഞ്ഞാൽ തന്നെയും അതിൻ്റെ അകത്ത് തടസ്സങ്ങളൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രൂ ചെയ്യുന്ന ഭാഗമോ ആയിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഹോട്ട് ഗ്ലൂ വെച്ച് കഴിഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല. ചില മോഡലിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്ക്രൂ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള മോഡലിലൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് കറക്റ്റ് നമുക്കായ ഒരു സൈഡിൽ ഹോട്ട് ഗ്ലൂ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിൻ്റെ ഒരു ആ പ്ലാസ്റ്റിക്കിൻ്റെ സാധനം എടുക്കാം. അതിന് ശേഷം ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ച് ചൂടാക്കിയിട്ട് ഫിക്സ് ചെയ്യാം. വീഡിയോ ലെങ്ത്ത് വരുന്നവരെ ഞാൻ ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഈ കീബോർഡ് മാറ്റിക്കഴിഞ്ഞാൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ലാപ്ടോപ്പിൻ്റെ പ്രശ്നം തീർന്നു. ഈ മോഡലിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു, പവർ ബട്ടൺ കീബോർഡുമ്പോൾ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പ് മേടിക്കാതിരിക്കാൻ ശ്രമിക്കുക. ചീപ്പസ്റ്റാണ് ഈ ലാപ്ടോപ്പ്. ഇതിൻ്റെ തന്നെ Core i5 Core i3 ഒക്കെ വരുന്നുണ്ട്. ഇത് സെൽട്രോ മെഷീനാണ്. സെൽട്രോൺ ആയാലും വേണ്ടില്ല, i3 ആയാലും വേണ്ടില്ല, i5 i7 ഏത് മോഡലായാലും പവർ ബട്ടൺ കീബോർഡ് ഉള്ളത് പരമാവധി ബോർഡ്. അത് ഏസറിലുള്ളതുണ്ട്, ലിനോവൊക്കെ ഉണ്ട്. റെസിപ്പി ഇതുവരെ അങ്ങനെ കണ്ടിട്ടായിട്ട് ഓർക്കണില്ല, ഡെല്ലും അങ്ങനെ ഓർക്കുന്നില്ല. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. ഓക്കെ, ഇന്നത്തെ വീഡിയോ കഴിയുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.